മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടെപ്പോഴും ഞങ്ങൾ. വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോടു ചുറ്റും തളർത്തി നിൽക്കും ഞങ്ങൾ. കുട്ടികൾ കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ്ണ പോഷണം സംതൃപ്ത ഭോജനം സസ്യങ്ങളേകുന്നു സ്നേഹപൂർണം. രോഗങ്ങളില്ലാത്ത ലോകം പ്രകൃതിയെ സ്നേഹിക്കലാരോഗ്യമെന്നും. ജൈവ പച്ചക്കറി കൃഷിരീതികൾ. വിദ്യാലയങ്ങളിലെ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി നാം ഏറ്റവും ഉപയോഗിക്കുന്ന 18 ഇനം പച്ചക്കറികളുടെ നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പല ഘട്ടങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്. തക്കാളി ദക്ഷിണ അമേരിക്കയിലെ ആൻഡസ് പർവ്വത തീരങ്ങളിൽ ജന്മം കൊണ്ടതും മെക്സിക്കോവിൽ ആദ്യമായി ആഹാര ആവശ്യത്തിന് ഉൾപ്പെടുത്തിയതുമായ തക്കാളി ഇന്ന് ലോകമെമ്പാടും കൃഷി ചെയ്തു വരുന്നുണ്ട്. വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി, ധാതുലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ തക്കാളി വിവിധ തരത്തിൽ കറികളിൽ ഒരു ഘടകമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഉപയോഗിച്ചു വരുന്നു. സസ്യശാസ്ത്രപരമായി തക്കാളി ഒരു പഴമാണെങ്കിലും നാം ഇതിനെ ഒരു പച്ചക്കറിയായാണ് കരുതുന്നത്. തക്കാളി കൃഷി കേരളത്തിൽ വ്യാപകമാകാതിരിക്കുവാനുള്ള ഒരു പ്രധാന കാരണം ഇതിനെ ബാധിക്കുന്ന ബാക്ടീരിയൽ വാട്ടരോഗമാണ്. ഇനങ്ങൾ ശക്തി, മുക്തി, അനഘ, വെള്ളായണി വിജയ് എന്നിവയാണ് കേരളത്തിലെ അനുയോജ്യമായ പ്രധാന ഇനങ്ങൾ. പൂസ റൂബി, ആർക്ക വികാസ്, CO1 തുടങ്ങിയ ഇനങ്ങളും ഒട്ടേറെ സങ്കര ഇനങ്ങളും ലഭ്യമാണ്. നടീൽ ഒക്ടോബർ നവംബർ മാസങ്ങൾ ഏറ്റവും അനുയോജ്യമായ കാലമാണ്. തൈ ഉപയോഗിച്ച് പറിച്ചു നടുന്ന രീതിയാണ് തക്കാളി കൃഷിയിൽ അനുവർത്തിക്കേണ്ടത്. തൈ ഉൽപ്പാദിപ്പിക്കുവാൻ വിത്ത് തടത്തിലോ ചട്ടിയിലോ പാകാവുന്നതാണ്. ഇതിനായി തടത്തിലെ മണ്ണ് കട്ട കളഞ്ഞ് പൊടി പരുവത്തിലാക്കി ജൈവവളം സമൃദ്ധിയായി ചേർക്കണം. പാകുന്നതിന് മുൻപ് വിത്ത് സ്യൂഡോമോണാസ് എന്ന ജീവാണുവുമായി നല്ലപോലെ കൂട്ടിക്കലർത്തുക. ഇത് ചെടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനു പുറമെ രോഗനിയന്ത്രണത്തിനും സഹായകരമാണ്. വിത്തു പാകിയ ഉടനെ തന്നെ നേരിയ തോതിൽ നനയ്ക്കണം. തൈകൾ 4 ഇല പ്രായമാകുമ്പോൾ പറിച്ചു നടാവുന്നതാണ്. നടുന്നതിനു മുൻപ് ചെടികളുടെ വേരുകൾ സ്യൂഡോമോണാസിന്റെ കട്ടിയുള്ള ലായനിയിൽ 5 മിനിറ്റ് മുക്കിവച്ച ശേഷം വൈകുന്നേരം നടുക. കൃഷിസ്ഥലം തയ്യാറാക്കുന്ന രീതി: നടുന്നതിന് 15 ദിവസം മുൻപ് മണ്ണിൽ കുമ്മായം ചേർക്കേണ്ടതാണ്. ഇത് മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുവാനും മണ്ണിലെ വാട്ടരോഗം വരുത്തുന്ന ബാക്ടീരിയകളുടെ ആക്രമണം ലഘൂകരിക്കുവാനും സഹായിക്കുന്നു. കുമ്മായം ചേർത്ത ശേഷം മണ്ണ് നല്ലപോലെ ഇളക്കി കട്ട ഉടയ്ക്കണം. തുടർന്ന് ജൈവവളം സമൃദ്ധിയായി ചേർക്കണം. ഇതിലേക്ക് ഉണക്കിപ്പൊടിച്ച ചാണകം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ചാലുകളെടുത്തോ വാരം കോരിയോ ആണ് തക്കാളി നടുക. നടുന്ന സ്ഥലത്തെ മണ്ണ് ശുദ്ധീകരിക്കുവാൻ മണ്ണിൽ ട്രൈക്കോഡർമ എന്ന ജീവാണു പറിച്ചു നടുന്നതിന് 10 ദിവസം മുൻപെങ്കിലും ചേർക്കുക. ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. ഇതുണ്ടാക്കുന്നതിനായി ഒരു ഭാഗം ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി, ഒരു ഭാഗം എല്ലുപൊടി, ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റ്, അരഭാഗം കടലപ്പിണ്ണാക്ക്, അരഭാഗം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കൂട്ടിക്കലർത്തി ആഴ്ചയിലൊരിക്കൽ ചെടി ഒന്നിന് 1 ചിരട്ട തടത്തിൽ ചേർത്ത് ഇളക്കുക. ഇതുകൂടാതെ മണ്ണിൽ ചാരവും ചേർത്ത് കൊടുക്കണം. പരിപാലനം:
ചെടികൾ നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണിൽ ഈർപ്പം ആവശ്യത്തിന് നിലനിർത്തുന്നതിന് വേണ്ട തോതിൽ മാത്രമേ നനയ്ക്കാവൂ. വെള്ളം കെട്ടിനിൽക്കുവാനോ മണ്ണ് ഉണങ്ങുവാനോ അനുവദിക്കരുത്. ചെടി നട്ട് 15 ദിവസത്തിന് ശേഷവും 25 മുതൽ 30 ദിവസത്തിന് ശേഷവും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ചെടിച്ചുവട്ടിൽ ഒഴിച്ച് നനയ്ക്കുകയും തണ്ടിലും ഇലകളിലും പതിക്കുന്ന രീതിയിൽ തളിക്കേണ്ടതുമാണ്. ഇത് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് പുറമെ ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തിയും നൽകുന്നു. ചെടിയുടെ എല്ലാ ദശകളിലും കളനിയന്ത്രണം ഉറപ്പാക്കേണ്ടതാണ്. കായ് വരുന്നതോടുകൂടി ശാഖകൾ മുറിഞ്ഞു പോകാതിരിക്കുവാൻ ചെടികളിൽ താങ്ങ് കൊടുക്കേണ്ടതാണ്. കീടങ്ങൾ. ചിത്രക്കീടം. ഇലകളിൽ വെള്ള നിറത്തിൽ പാമ്പിഴയുന്ന രീതിയിൽ കാണുന്ന വരകളാണ് ആക്രമണ ലക്ഷണം. ഒരു ചെറിയ ഈച്ച മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ഇലകളിൽ തുളച്ച് ഉൾഭാഗം കാർന്നു തിന്നുന്നത് മൂലമാണ് ഈ കേടുണ്ടാകുന്നത്. നിയന്ത്രണം. 2% വീര്യത്തിൽ വേപ്പെണ്ണ എമൽഷൻ വെളുത്തുള്ളി മിശ്രിതം തയ്യാർ ചെയ്ത് കാലത്ത് തളിക്കുക. തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞ് വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി തളിക്കുക. കായ്തുരപ്പൻ പുഴു. ഒരു ശലഭത്തിന്റെ പുഴുവാണ് ആക്രമണകാരി. പുഴു അതിന്റെ തലയും ശരീരത്തിന്റെ ഒരു ഭാഗവും കായ്ക്കുള്ളിലാക്കി തുരന്നു തിന്നുന്നു. നിയന്ത്രണം. വേപ്പെണ്ണ മാത്രമല്ല, വേപ്പിൻകുരു സത്തും നല്ലൊരു ജൈവ കീടനാശിനിയാണ്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം. വേപ്പിൻകുരു സത്ത് തയ്യാർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് വേപ്പിൻ കുരു പൊടിച്ചെടുത്തതാണ്. 50 ഗ്രാം വേപ്പിൻ കുരു ഒരു തുണിയിൽ കിഴികെട്ടിയെടുക്കുകയാണ്. തുണിയിൽ കിഴികെട്ടിയെടുത്ത ശേഷം ആ കിഴി 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു 12 മണിക്കൂർ സമയം മുക്കി വയ്ക്കും. 12 മണിക്കൂർ കഴിയുമ്പോൾ ഈ കിഴി ഇങ്ങനെ പിഴിയും. പല ആവർത്തി മുക്കി പിഴിയുമ്പം ഈ വെള്ളത്തിൻ്റെ നിറം തവിട്ട് നിറമായി മാറും. ഇത് അരിച്ചെടുത്ത് ചെടിയുടെ ഭാഗങ്ങൾ കൂടി തളിച്ചു കഴിഞ്ഞാൽ പല കീടങ്ങളും അകന്നു പോകും. ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി തളിക്കുക. വെള്ളീച്ച. വെളുത്ത ചിറകുള്ള ചെറു പ്രാണികളാണ് വെള്ളീച്ചകൾ. ഇവ അധികവും ഇലകളുടെ അടിവശത്താണ് കാണപ്പെടുന്നത്. നിയന്ത്രണം. 2% വീര്യത്തിൽ വേപ്പെണ്ണ എമൽഷൻ വെളുത്തുള്ളി മിശ്രിതം തയ്യാർ ചെയ്ത് കാലത്ത് തളിക്കുക. തുടർന്ന് ഒരാഴ്ച കഴിഞ്ഞ് വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി തളിക്കുക. രോഗങ്ങൾ. ബാക്ടീരിയൽ വാട്ടം. ചെടികൾ പെട്ടെന്ന് വാടി നശിച്ചു പോകുന്നു. തണ്ടിന്റെ ഉൾഭാഗത്ത് കറുത്ത നിറവ്യത്യാസം കാണപ്പെടുന്നു. നിയന്ത്രണം. രോഗബാധ ഒഴിവാക്കാൻ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്തുണ്ടാക്കിയ ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് നനയ്ക്കുകയും തണ്ടിലും ഇലയിലും പതിക്കുന്ന രീതിയിൽ തളിക്കുകയും വേണം. ഇത് 10 ദിവസം ഇടവേളയിൽ ആവർത്തിക്കുകയും വേണം. പുള്ളിക്കുത്ത് രോഗം. ഇലയുടെ അടിഭാഗത്ത് കാണുന്ന കറുപ്പു നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഇലപ്പരപ്പിലും ക്രമേണ തെളിഞ്ഞു കാണുന്നു. ഇത് കാരണം ഇലകൾ കരിഞ്ഞു പോകുന്നു. നിയന്ത്രണം. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി തയ്യാറാക്കി തളിക്കുക. വിളവെടുപ്പ്. തക്കാളിയുടെ പച്ച നിറം മാറി മഞ്ഞ, ചുവപ്പ് എന്നീ നിറവ്യത്യാസം വരുമ്പോൾ പറിക്കാവുന്നതാണ്. മുളക്. ദക്ഷിണ അമേരിക്കയിലാണ് മുളകിന്റെ ജന്മദേശം. പോർട്ടുഗീസ് സഞ്ചാരികളാണ് മുളകിനെ ഏഷ്യയിലേക്ക് കൊണ്ടുവന്നത്. എരിവും പുളിയുമുള്ള ഭക്ഷണത്തോട് പ്രിയമുള്ള മലയാളിക്ക് മുളകില്ലാത്ത കറികളെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. മുളക് ഉണക്കിയും പച്ചയായും ഉപയോഗിക്കുന്നു. മുളകിൽ അടങ്ങിയിരിക്കുന്ന കാപ്സിസിൻ വിവിധ രോഗങ്ങൾക്ക് ഫലം ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനങ്ങൾ. മുളകിന്റെ പ്രധാന ഇനങ്ങൾ ജ്വാലാമുഖി, ജ്വാലാസഖി, ഉജ്ജ്വല, മഞ്ജരി, വെള്ളായണി അതുല്യ, അനുഗ്രഹ, സമൃദ്ധി എന്നിവയാണ്. നടീൽ. സീസൺ മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ.
പറിച്ചു നടുന്ന വിളയാണ് മുളക്. തൈ ഉൽപ്പാദിപ്പിക്കുവാൻ വിത്ത് തടത്തിലോ ചട്ടിയിലോ പാകാവുന്നതാണ്. ഇതിനായി തടത്തിലെ മണ്ണ് കട്ട കളഞ്ഞ പൊടിപ്പരുവത്തിലാക്കി ജൈവവളം സമൃദ്ധമായി ചേർക്കണം. പാകുന്നതിന് മുൻപ് വിത്ത് ചികിത്സ നടത്തേണ്ടതാണ്. ഇതിനായി ഉപയോഗിക്കുന്ന വിത്ത് സ്യൂഡോമോണാസ് എന്ന ജീവാണുവുമായി നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. ചെടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് പുറമെ രോഗനിയന്ത്രണത്തിനും ഇത് സഹായകരമാണ്. വിത്ത് പാകിയ ഉടനെ തന്നെ നേരിയ തോതിൽ നനയ്ക്കണം. തടത്തിലെ മണ്ണ് ഉണങ്ങാത്ത രീതിയിൽ നന ക്രമീകരിക്കണം. വിത്ത് സാധാരണ ഉറുമ്പ് അരിച്ചു കാണാറുണ്ട്. ഇത് ഒഴിവാക്കുവാൻ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും 2:1 എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ മിശ്രിതം തടത്തിൽ വിതറുക. തൈകൾ 4 ഇല പ്രായമാകുമ്പോൾ പറിച്ചു നടാവുന്നതാണ്. നടുന്നതിന് മുൻപ് ചെടിയുടെ വേരുകൾ സ്യൂഡോമോണാസിന്റെ കട്ടിയുള്ള ലായനിയിൽ 5 മിനിറ്റ് മുക്കിവെച്ച ശേഷം വൈകുന്നേരം നടുക. കൃഷിസ്ഥലം തയ്യാറാക്കുന്ന രീതി: നടുന്നതിന് 15 ദിവസം മുൻപ് മണ്ണിൽ കുമ്മായം ചേർക്കേണ്ടതാണ്. ഇത് മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുവാനും മണ്ണിലെ വാട്ടരോഗം വരുത്തുന്ന ബാക്ടീരിയകളുടെ ആക്രമണം ലഘൂകരിക്കുവാനും സഹായിക്കുന്നു. കുമ്മായം ചേർത്ത ശേഷം മണ്ണ് നല്ലതുപോലെ ഇളക്കി കട്ട ഉടയ്ക്കണം. തുടർന്ന് ജൈവവളം സമൃദ്ധമായി ചേർക്കണം. ഇതിലേക്ക് ഉണക്കിപ്പൊടിച്ച ചാണകം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ചാലുകൾ എടുത്തോ വാരം കോരിയോ ആണ് മുളക് നടുക. നടുന്ന സ്ഥലത്തെ മണ്ണ് ശുദ്ധീകരിക്കുവാൻ മണ്ണിൽ ട്രൈക്കോഡെർമ എന്ന ജീവാണു പറിച്ചു നടുന്നതിന് 10 ദിവസം മുൻപെങ്കിലും ചേർക്കുക. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് തയ്യാർ ചെയ്ത് ആഴ്ചയിലൊരിക്കൽ ചെടി ഒന്നിന് 1 ചിരട്ട തടത്തിൽ ചേർത്ത് ഇളക്കുക. ഇതുകൂടാതെ മണ്ണിൽ ചാരവും ചേർത്ത് കൊടുക്കണം. പരിപാലനം: ചെടികൾ നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണിൽ ഈർപ്പം ആവശ്യത്തിന് നിലനിർത്തുന്നതിനു വേണ്ട തോതിൽ മാത്രമേ നനയ്ക്കാവൂ. ചെടി നട്ട് 15 ദിവസത്തിനു ശേഷവും 25 മുതൽ 30 ദിവസത്തിനു ശേഷവും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു നനയ്ക്കുകയും തണ്ടിലും ഇലകളിലും തളിക്കേണ്ടതുമാണ്. ഇത് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു പുറമെ ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി നൽകുന്നു. ചെടിയുടെ എല്ലാ ദിശകളിലും കളനിയന്ത്രണം ഉറപ്പാക്കേണ്ടതാണ്. കായ വരുന്നതോടുകൂടി ശാഖകൾ മുറിഞ്ഞു പോകാതിരിക്കുവാൻ ചെടികൾക്ക് താങ്ങ് കൊടുക്കേണ്ടതാണ്. കീടങ്ങൾ: മുഞ്ഞ. കടുകുമണിയോളം വലിപ്പമുള്ള മുഞ്ഞകൾ ഇലകളിലും ഇളം തണ്ടിലും കായിലും പൂവിലും കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുക മൂലം ആ ഭാഗങ്ങൾ നശിച്ചു പോകുന്നു. നിയന്ത്രണം: പച്ചക്കറികളെ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കീടമാണ് മുഞ്ഞ. മുഞ്ഞകളെ നിയന്ത്രിക്കാനായി നാം ഉപയോഗിക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് പുകയില കഷായം. ഇത് തയ്യാറാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഇപ്പോൾ കാണാം. പുകയില കഷായം തയ്യാറാക്കുവാൻ വേണ്ട വസ്തുക്കൾ: 1. മാർക്കറ്റിൽ കിട്ടുന്ന പുകയില. 2. വേണ്ടത് സോപ്പ്. പുകയില ചെറു കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഈ 1/4 കിലോഗ്രാം അരിഞ്ഞെടുത്ത പുകയില നമ്മൾ 2.25 ലിറ്റർ വെള്ളത്തിൽ മുക്കി വയ്ക്കും. അത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഇതിൽ തന്നെ കിടക്കും. അതിനുശേഷം നമ്മൾ പുകയില ഇങ്ങോട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കും. ഇതിൻ്റെ ആ ചണ്ടി അങ്ങോട്ട് മാറ്റും. അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പുകയില നീരാണ് ഈ കാണുന്നത്. 60 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത സോപ്പ് ലായനിയും പുകയില നീരും കൂടെ നല്ലപോലെ ചേർത്ത് ഇളക്കണം. ഈ പുകയില കഷായം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും ഈ പുകയില കഷായം ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രം ഉണ്ടാക്കി ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വെള്ളീച്ച. വെളുത്ത ചിറകുള്ള ചെറു പ്രാണികളാണ് വെള്ളീച്ചകൾ. ഇവ അധികവും ഇലകളുടെ അടിവശത്താണ് കാണപ്പെടുന്നത്. മണ്ടരി ഇലയുടെ അടിഭാഗത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി ഇലകൾക്ക് വീതി കുറഞ്ഞ് കട്ടിപിടിച്ച് കുഴലിന്റെ ആകൃതിയിൽ രൂപപ്പെടുന്നു. ഇലപ്പേൻ അഥവാ ത്രിപ്സ് ചെറിയ ഒരു പ്രാണിയാണിത്. ഇലയുടെ അടിഭാഗത്തിരുന്ന് ഇലയുടെ കോശങ്ങൾ കടിച്ചു മുറിക്കുമ്പോൾ ഊറി വരുന്ന ദ്രാവകം നുകരുന്നു. ആക്രമണ ഫലമായി ഇലകൾ ബോട്ടിന്റെ ആകൃതിയിൽ കുരുടിക്കുന്നു.
നിയന്ത്രണം. ജൈവ കീടനാശിനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആവണക്കെണ്ണ വേപ്പെണ്ണ എമൽഷൻ വെളുത്തുള്ളി മിശ്രിതം. ഇത് സാധാരണയായി ആമവണ്ട്, ഇലപ്പേൻ, മണ്ടരി, മുരിങ്ങയിലയിലെ ഇലതീനിപ്പുഴു, കമ്പിളിപ്പുഴു എന്നിവയ്ക്കെതിരെയും മൊസൈക് രോഗത്തിനെതിരെയും ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഇത് തയ്യാറാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ നമുക്ക് കാണാം. ആവണക്കെണ്ണ, മറ്റൊന്ന് വേപ്പെണ്ണ, മൂന്നാമത് വെളുത്തുള്ളി. ആദ്യമായിട്ട് ഈ എമൽഷൻ തയ്യാർ ചെയ്യാൻ നമ്മൾ ഈ 20 മില്ലി ആവണക്കെണ്ണയുടെ കൂടെ 80 മില്ലി വേപ്പെണ്ണ ചേർക്കുന്നു. ഈ 100 മില്ലി എണ്ണ മിശ്രിതത്തിൻ്റെ കൂടെ 50 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത 6 ഗ്രാം സോപ്പ് ഈ എണ്ണ മിശ്രിതത്തിൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കും. ഈ 150 മില്ലി എമൽഷൻ 6 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നേർപ്പിക്കും. ഇത് ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കുക. എമൽഷൻ നേർപ്പിച്ച ഈ ലായനി സ്പ്രേയറിലോട്ട് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം